ഹായ് മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ആറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആറ്റംസ്, എന്താണ് എലമെന്റ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം ടെക്സ്റ്റ് ബുക്കിലും കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് അല്ല നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ആറ്റത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആറ്റംസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലെ, കേട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് ആറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. എങ്കിലും നമുക്ക് നോക്കാം എന്താണ് ആറ്റം, അല്ലെങ്കിൽ എന്താണ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നത്, ഒരു ആറ്റത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട കാര്യമാണ് മോളിക്യൂൾസ് എന്താണ് എന്നുള്ളത്. മോളിക്യൂൾസ് അപ്പൊ നമുക്കറിയാം, ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് വെച്ചാണ്. ഓക്കെ, അപ്പൊ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ സബ്സ്റ്റൻസസ്, എല്ലാ സബ്സ്റ്റൻസും എല്ലാ പദാർത്ഥങ്ങളും in our surroundings are made up of extremely small particles called the molecules. അപ്പൊ ഏതൊരു വസ്തുവും ഏതൊരു പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വളരെ ചെറുതായിട്ടുള്ള കണികകൾ കൊണ്ടാണ്. അതിനെയാണ് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം, ഒരു വസ്തു, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥങ്ങള് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? വളരെ ചെറിയ കണികകളിൽ വളരെ ചെറിയ തന്മാത്രകൾ വെച്ചിട്ടാണ്. ഓക്കെ, വളരെ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ സബ്സ്റ്റൻസസ്, നമ്മുടെ ചുറ്റും കാണുന്ന ഏതൊരു വസ്തുവും ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ്, വസ്തുക്കൾ കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ മോളിക്യൂൾസിനെ കുറിച്ച് മനസ്സിലായി അല്ലെ? ഏതൊരു സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തന്മാത്രകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ മോളിക്യൂൾസ് നമുക്ക് ക്ലിയർ ആയി. ഇപ്പൊ നോക്കിയേ, ഒരു ഷുഗർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ, പഞ്ചസാര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന സാധനം അതുണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? നമുക്കറിയാം, കെയിൻ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് കരിമ്പിൽ നിന്ന് എടുക്കുന്നതാണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോ കെമിസ്ട്രി പഠിക്കുന്നത് കാരണം അതിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിന് അല്ലെങ്കിൽ കെമിക്കലായിട്ട് അതിനകത്ത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഷുഗർ എന്ന് പറയുന്ന ആ ഒരു വസ്തുവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അല്ലെ, ഗ്ലൂക്കോസിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് കാണുന്നത്. അപ്പൊ പിന്നെ മിസ്സേ ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കാം. ഇതിനകത്ത് നമുക്ക് ഷുഗറിനകത്തും അതുപോലെ തന്നെ ഗ്ലൂക്കോസിനകത്തും കാണുന്ന അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും വെച്ചാണ്. ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിരിക്കുന്നതും കാർബണും ഹൈഡ്രജനും ഓക്സിജനും വെച്ചാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെ, വെള്ളം എന്താണ്? അതിനകത്ത് കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് കാണുന്ന എലമെന്റ്സ് ആണ് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താണ് അവിടെ വ്യത്യാസം? നമ്മളിപ്പോ പഠിക്കുന്നത് മോളിക്യൂൾസിനെ കുറിച്ചായതുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സബ്സ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഏതൊരു സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള കാർബണും ഹൈഡ്രജനും ഓക്സിജനും പോലെയുള്ള പാർട്ടിക്കിൾസ് വെച്ചാണ് എന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിൽ കാണുന്ന എലമെന്റ്സ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു, വാട്ടറിൽ കാണുന്ന എലമെന്റ്സ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തുള്ള വ്യത്യാസം നോക്കിയേ, കെമിക്കൽ ഫോർമുലയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. കാർബൺ ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇവിടെയും നോക്കിയേ മക്കളെ, കാർബൺ ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, ഓക്സിജൻ ഇവിടെ ഉണ്ട് അല്ലെ. ഇതിനകത്ത് വ്യത്യാസം നോക്കിയേ, ഇതിനകത്ത് 12 കാർബൺ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് എത്ര എണ്ണേ ഉള്ളൂ? 6 കാർബണേ ഉള്ളൂ. ഇതിനകത്ത്
22 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 12 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ ഓക്സിജൻ 11 ഓക്സിജൻ ഉണ്ട്, പക്ഷെ ഇവിടെ 6 ഓക്സിജനേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനകത്തുള്ള കണ്ടന്റില് വ്യത്യാസം ഉണ്ട് അല്ലെ, അതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇവിടെ ഈ പറയുന്ന ഷുഗറും ഗ്ലൂക്കോസും എന്ന് പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാവുന്നത് എന്താ, ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള കാർബണും ഹൈഡ്രജനും ഓക്സിജനും പോലെയുള്ള പാർട്ടിക്കിൾസ് വെച്ചാണ്. അതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഈ പറയുന്ന കാർബൺ എന്ന് പറയുന്നത് 12, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 22, ഓക്സിജൻ എന്ന് പറയുന്നത് 11. അപ്പൊ ഇതിന്റെ റേഷ്യോ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് അറിയാം 12:22:11 എന്ന് നമുക്ക് റേഷ്യോ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് 12, 12, 6, 12, 6, അതായത് 1:2:1 എന്ന റേഷ്യോ ആണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ആറ്റംസിന്റെ കാര്യം, മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലെ. കാർബൺ, ഹൈഡ്രോജൻ, ഓക്സിജൻ ഇതൊക്കെയാണ്. അതിനകത്ത് ഇങ്ങനെ ഓരോ ആറ്റംസ് ഇതിന്റെ എത്ര മാത്രം അടങ്ങിയിരിക്കുന്നു. 12 ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ 22 ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ 11 ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ആറ്റത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, നമ്മുടെ ചുറ്റും കാണുന്ന സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ടൈനി പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഷുഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി ആ ഹൈഡ്രജൻ തന്നെ എത്ര എണ്ണം എന്നതാണ് നമ്മൾ അതിലും ചെറുതാണ് പറയുന്നത് അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര എണ്ണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിലും ചെറുതല്ലേ ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ മോളിക്യൂൾ നമുക്ക് മനസ്സിലായി, ഒരു എലമെന്റ്, ഒരു സബ്സ്റ്റൻസിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ മോളിക്യൂൾ ഓഫ് ഈച്ച് സബ്സ്റ്റൻസസ്, അപ്പൊ ഓരോ മോളിക്യൂളിനകത്തും എന്ത് കാണുന്നുണ്ട്, ആ മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലും ചെറിയ സാധനങ്ങൾ കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തന്മാത്രയുടെ ഉള്ളിൽ എന്തുണ്ട്, അതിലും ചെറിയ സാധനങ്ങൾ ഉണ്ട്, അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒരു സബ്സ്റ്റൻസ് അല്ലെ, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാണ്, ഇല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിനെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയാൽ അവിടെ എന്ത് കിട്ടും, മോളിക്യൂൾസ് കിട്ടും. മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാണ്, ആറ്റംസ് വെച്ചാണ്. അപ്പൊ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ആറ്റംസ് എന്ന് പറയുന്നത്. അതിലും ഈ ആറ്റംസ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസുകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആറ്റംസ് എന്ന് പറയുന്നതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. സൂക്ഷ്മകണിക എന്നൊക്കെ പറയുന്നത് ആറ്റംസ് ആണ്. ആറ്റംസ് കൂടി ചേരുമ്പോൾ മോളിക്യൂൾസ് ഉണ്ടാവും, മോളിക്യൂൾസ് കൂടി ചേരുമ്പോൾ സബ്സ്റ്റൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് മോളിക്യൂൾസ് കിട്ടും, അതിനെ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ആറ്റംസ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഷുഗർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഈ കാർബൺ 12 ആറ്റംസ് ചേരുമ്പോഴാണ് ഇവിടെ ഈ കാർബൺ ആയിട്ട് മാറുന്നത്, മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനകത്തും കാർബണും ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ട്. അതിൽ 6 ആറ്റംസ് കൂടി ചേരുമ്പോൾ, 6 കാർബൺ ആറ്റംസ് ചേരുമ്പോഴാണ് അവിടെ ഒരു കാർബൺ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ നമ്മളിവിടെ പറഞ്ഞത് എന്താ, മോളിക്യൂൾസ് ഓഫ് ഈച്ച് സബ്സ്റ്റൻസ്, ഓരോ മോളിക്യൂളിനകത്തും എന്തുണ്ട്, ആറ്റംസ് ഉണ്ട്. ഓക്കെ, ആ ആറ്റംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് ഉണ്ടാവുന്നത് അല്ലെ. ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലല്ലേ ഇത് ഉണ്ടാവുന്നത്, ആറ്റംസ്. ഇവിടെ 12 കാർബൺ ആറ്റം ആണുള്ളത്, പക്ഷെ ഗ്ലൂക്കോസിൽ എന്തേ ഉള്ളൂ, 6 കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പൊ ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് എങ്ങനെ കാണപ്പെടുന്നു, ഒരു പെർട്ടിക്കുലർ റേഷ്യോയില് കാണപ്പെടുന്നു. ക്ലിയർ ആണോ?
Molecules are particles which show all the properties of the substance and have a pre-existence. ഓരോ മോളിക്യൂളിലും ആ സബ്സ്റ്റൻസ് എങ്ങനെയാണോ കാണുന്നത് അത്ര ആ പ്രോപ്പർട്ടീസ്, ഒരു സബ്സ്റ്റൻസിന്റെ സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ ഒരു മോളിക്യൂളിനകത്തും കാണുന്നത്. അവർക്കൊരു പ്രീ എക്സിസ്റ്റൻസും സാധ്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി. മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസ് കാണുന്നത് പെർട്ടിക്കുലർ റേഷ്യോയിലുള്ള ആറ്റംസ് കൂടി ചേർന്നാണ്. ഓക്കെ, ഇത്രേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് വെച്ചാണ്. മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലും ചെറിയ കണങ്ങളായ ആറ്റംസ് വെച്ചാണ്. ക്ലിയർ? അപ്പൊ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആണ്. അത് കൂടിച്ചേരുമ്പോൾ മോളിക്യൂൾ ഉണ്ടാവുന്നു. മോളിക്യൂൾസ് കൂടിച്ചേരുമ്പോൾ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. ക്ലിയർ? ഓക്കെ. ഇപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് അല്ലെ, ഇല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്ന സാധനം, നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നോക്കിയേ, അതിൽ ഉള്ളത് എന്താണ്? H2O എന്ന് പറയുന്നതാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോ ഉണ്ടാവുന്ന ഇതാണ് വെള്ളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നോക്കി എന്തൊക്കെ കാണുന്നുണ്ട്? ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ആറ്റംസ് കാണുന്നുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം കാണുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം കാണുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? H2O എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ മോളിക്യൂൾസ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു വാട്ടർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ H2O എന്ന് പറയുന്ന മോളിക്യൂൾസ് കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? ഒരു വാട്ടർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. അതിനകത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റംസ് 2 എണ്ണവും ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം 1 എണ്ണവും ഉണ്ടാവുമ്പോഴാണ് വാട്ടറിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. വാട്ടറിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് കാണുന്നു? 2 ഹൈഡ്രജൻ ആറ്റംസും കാണുന്നു, ഒരു ഓക്സിജൻ ആറ്റംസും കാണുന്നു. അപ്പൊ ഈ ആറ്റംസ് കൂടി ചേരുമ്പോഴാണ് ഒരു മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഈ മോളിക്യൂൾസ് കൂടി ചേരുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. ക്ലിയർ ആണേ മക്കളെ? ക്ലിയർ ആണ്? അപ്പൊ ആറ്റംസ് ആണ് ഏറ്റവും ചെറുത്. ആറ്റംസ് കൂടി ചേരുമ്പോൾ മോളിക്യൂൾ ഉണ്ടാവുന്നു. മോളിക്യൂൾസ് കൂടി ചേർന്ന് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ വാട്ടർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് കാണുന്നുണ്ട്. H2O എന്ന് പറയുന്ന ഒരുപാട് മോളിക്യൂൾസ് കാണുന്നുണ്ട്. ആ ഓരോ H2O എന്ന് പറയുന്നതിനകത്ത് എന്ത് കാണുന്നു? ആറ്റമുകൾ കാണുന്നു. ആറ്റംസ് അല്ലെ. എത്ര എണ്ണം? ഹൈഡ്രജനും കാണുന്നുണ്ട്, ഓക്സിജനും കാണുന്നുണ്ട്. ഹൈഡ്രജൻ എലമെന്റും ഓക്സിജൻ എലമെന്റും കാണുന്നുണ്ട്. അതിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന 2 ആറ്റംസും ഓക്സിജന്റെ 1 ആറ്റവും കൂടി ചേരുമ്പോഴാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ എങ്ങനെയാണ്? ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ദ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഡിഫർ? എങ്ങനെയായിരുന്നു? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ദ മോളിക്യൂൾ, അതുപോലെ തന്നെ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ഇൻ ദം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലൂക്കോസിന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? വാട്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിനകത്ത് ഇതൊക്കെ പറയുന്നത് എന്താ? ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഇതൊക്കെ ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ്. ഷുഗർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്, വാട്ടർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. എങ്ങനെയാണ് ഇവര് ഈ 3 പേരും ഡിഫർ ചെയ്യുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയായിരുന്നു വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ എന്ന് പറയുന്നതും ഗ്ലൂക്കോസ് എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നതും ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ എങ്ങനെയാണ് ഇവർ വ്യത്യാസപ്പെടുന്നത്? ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, ഇതിനകത്ത് കാർബൺ കാണുന്നു, ഇതിനകത്ത് ഹൈഡ്രജൻ കാണുന്നു, ഓക്സിജൻ കാണുന്നു. ഇതിനകത്ത് കാർബൺ കാണുന്നു, ഹൈഡ്രജൻ കാണുന്നു, ഓക്സിജൻ കാണുന്നു. വാട്ടറിനകത്ത് പക്ഷെ എന്തേ കാണുന്നുള്ളൂ? ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇവർ വ്യത്യാസപ്പെടുന്നു? അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് കാണുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് അല്ലെ, ഏതൊക്കെ എലമെന്റുകളാണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനനുസരിച്ചും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിഫറെന്റ് സബ്സ്റ്റൻസിനെ നമുക്ക് പറയാം.
ഷുഗറിനകത്തും ഗ്ലൂക്കോസിനകത്തും വാട്ടറിനകത്തും കാർബണും ഹൈഡ്രജനും ഓക്സിജനും കാണുന്നു. പക്ഷെ ഇവിടെ എന്ത് കാണുന്നില്ല? കാർബൺ കാണുന്നില്ല. അപ്പൊ അവിടെ വ്യത്യാസം വന്നൂല. അവിടെ അടങ്ങിയിരിക്കുന്ന ആ എലമെന്റിൽ വ്യത്യാസം വന്നു. ഇനി ഇവിടെ നോക്കിയേ, ഈ രണ്ട് സാധനങ്ങളും നോക്കിയേ. ഇതിനകത്ത് എന്താ കാണുന്നേ? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. ഇവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് കാണുന്നത്. രണ്ട് സബ്സ്റ്റൻസിനകത്തും ഒരേ എലമെന്റ്സ് ആണ് കാണുന്നത്. അപ്പൊ ഇവരെങ്ങനെ വ്യത്യാസപ്പെടും? ബൈ ദ റേഷ്യോ ഓഫ് ദെയർ ആറ്റംസ്. അവരുടെ ആറ്റത്തിന്റെ റേഷ്യോ അനുസരിച്ച് അല്ലെ. കാരണം എന്താ? ഇവിടെ ഹൈഡ്രജൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ എത്ര എണ്ണം കാണുന്നു? 12 എണ്ണം കാണുന്നു. ഹൈഡ്രജൻ 22 എണ്ണം കാണുന്നു. ഓക്സിജൻ 11 എണ്ണം കാണുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാ? 1:2:1 എന്നുള്ള റേഷ്യോയിലാണ് കാണുന്നത്. 6 കാർബൺ, ഹൈഡ്രജൻ 12, ഓക്സിജൻ 6. ഇതിനെ നമ്മൾ 6ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1:2:1 എന്ന് കിട്ടില്ലേ? 6 കാർബൺ, 12 ഹൈഡ്രജൻ, ഓക്സിജൻ 6 അല്ലെ? സി, ഇവിടെ സി ഹൈഡ്രജൻ, ഇത് ഓക്സിജൻ. 6 കാർബൺ, ഹൈഡ്രജൻ 12, ഓക്സിജൻ 6. 6ന്റെ മൾട്ടിപ്പിൾസിൽ എടുത്തു കഴിഞ്ഞാൽ 6 1 ടൈംസ് 12 എന്ന് പറയുന്നത് 2 ടൈംസ് 6 എന്ന് പറയുന്നത് 1 ടൈം. അങ്ങനെ നമുക്ക് 1:2:1 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൽ രണ്ട് സബ്സ്റ്റൻസിലും അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് അവരുടെ റേഷ്യോ ഓഫ് ദ ആറ്റംസ്. ആറ്റംസിന്റെ റേഷ്യോയിലാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കി, ഇവിടെ പറയുന്നത് എന്താ? ഹൗ ഡു മോളിക്യൂൾസ് ഡിഫർ ഫ്രം ദ സബ്സ്റ്റൻസ്. ഓരോ സബ്സ്റ്റൻസിലും എങ്ങനെയാണ് മോളിക്യൂൾസ് ഡിഫർ ചെയ്യുന്നത്? എങ്ങനെയാണ് മക്കളെ ഡിഫർ ചെയ്യുന്നത്? അതിനകത്തുള്ള എലമെന്റ്, ഏതൊക്കെ എലമെന്റ് ആണ് അവിടെ അടങ്ങിയിരിക്കുന്നത് എന്നതിലും, അതുപോലെ തന്നെ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് കോൺസിക്വന്റ് ആറ്റംസ് ഇൻ ദ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ റേഷ്യോയിലും. ഓക്കെ, അപ്പോ അതിനകത്തുള്ള ആറ്റത്തിൽ എത്ര ആറ്റംസ് അവിടെ കാണുന്നു എന്നതിന്റെ റേഷ്യോയിലുമാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. മനസ്സിലായില്ലേ? ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു സബ്സ്റ്റൻസിൽ അതിൽ ഏതൊക്കെ എലമെന്റ് അടങ്ങിയിരിക്കുന്നു, അത് ഏതൊക്കെ റേഷ്യോയിൽ അടങ്ങിയിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഓരോ സബ്സ്റ്റൻസും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായിരുന്നു പറഞ്ഞ്? ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു എങ്ങനെയാ? മോളിക്യൂൾസ് വെച്ചിട്ടാണ്. കുറെ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഈ മോളിക്യൂൾസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് വെച്ചിട്ടാണ് എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആണെന്നാണ് പണ്ട് കാലത്ത് കുറെ കാലം വിചാരിച്ചിരുന്നത്, കരുതിയിരുന്നത്. നമ്മൾ അങ്ങനെയായിരുന്നു. ഈ ആറ്റം ആണ് ഏറ്റവും ചെറുത്. പിന്നീട് ഇനി ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ പിന്നീട് നമുക്ക് ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ചെറിയ സാധനമാണ് ആറ്റംസ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പിന്നീട് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി ആറ്റം അല്ല, അതിനകത്ത് പിന്നെയും അതിലും ചെറിയ സാധനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ചെറിയ ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തെന്ന് പറയും? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോ ആറ്റംസ് ആണ് ഏറ്റവും ചെറുത് എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലായി ആറ്റത്തിനകത്ത് വേറെയും കുറച്ച് പാർട്ടിക്കിൾസ്, അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ആ പാർട്ടിക്കിൾസിനെ നമ്മൾ മൊത്തത്തില് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? 3 സാധനങ്ങളുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന 3 പാർട്ടിക്കിൾസ് ആണ് ഈ ആറ്റത്തിനകത്ത് കാണപ്പെടുന്നു എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നു സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. ക്ലിയർ ആണോ? ആറ്റംസ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ദം. ഒരു ആറ്റത്തിനേക്കാളും ചെറിയ സാധനങ്ങൾ അതിനകത്ത് കാണുന്നു എന്ന് പറയുന്നു. അവരെയാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇലക്ട്രോൺ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ? ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചത്, എന്താണ് ഇവരുടെ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്.
ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സബ് ആറ്റംസ് എന്ന് പറയുന്നത്, എന്താണ് ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, എന്താണ് ഒരു മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ സബ്സ്റ്റൻസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഷുഗറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഷുഗറിൽ കാണുന്ന എലമെന്റ്സ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും, ഗ്ലൂക്കോസിൽ കാണുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും, വാട്ടറിനകത്ത് കാണുന്നത് ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എത്ര ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ആറ്റംസ് വെച്ചാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ കാർബൺ ആറ്റമുകൾ കൂടി ചേർന്നിട്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ട്, ഓക്സിജൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. ഈ മോളിക്യൂൾസ് കൂടി ചേരുമ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ സബ് ആറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ആറ്റംസ് ആണ് ഏറ്റവും ചെറുത് എന്ന് നമ്മൾ കരുതിയിരുന്നു, ബട്ട് ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിള് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജെ തോംസൺ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, പല എക്സ്പെരിമെന്റ്സ് വഴിയൊക്കെയാണ് കണ്ടുപിടിച്ചത്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആരൊക്കെയായിരുന്നു? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, അതുപോലെ തന്നെ ന്യൂട്രോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. മറന്നു പോകരുത്, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി വില്യം ക്രൂക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ്? അപ്പൊ ഇത് 3 എണ്ണം നമ്മൾ ഓർത്തിരിക്കുക. ഏതൊക്കെയായിരുന്നു? പ്രോട്ടോൺ, അതുപോലെ തന്നെ ഇലക്ട്രോൺ, അതുപോലെ തന്നെ ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? റൂദർഫോർഡ് അല്ലെ, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് നമുക്ക് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, റൂദർഫോർഡ്. ഓക്കെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. മറന്നു പോകരുത് കേട്ടോ മക്കളെ, അതിന് തന്നെയാണ് എഴുതുന്നത്, മറന്നു പോകരുത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോൺ എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. വില്യം ക്രൂക്സ്. ഓക്കെ, 1832 ടു 1990 ആണ് അദ്ദേഹത്തിന്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവരെല്ലാവരും നമ്മളിപ്പോ പറഞ്ഞ സയന്റിസ്റ്റുകളൊക്കെ ഈ പറയുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എല്ലാം കണ്ടുപിടിച്ചത് ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ്. ഇതാണ് നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ ട്യൂബ്. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഇതിനകത്ത് വെച്ചായിരുന്നു ഈ പറയുന്ന സയന്റിസ്റ്റുകളൊക്കെ നമ്മുടെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചത്. ഈ എക്സ്പെരിമെന്റിലായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ജെയിംസ് ക്രൂക്ക്, നമ്മുടെ ക്രൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഡിസ്കവറി ഓഫ് ദ ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. എന്തായിരുന്നു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. ഇതുപോലത്തെ ഒരു ഡിസ്ചാർജ് ട്യൂബ്, ഒരു ഗ്ലാസിന്റെ ഒരു ട്യൂബ്. ഓക്കെ, അതിനാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് നമ്മൾ പറയുന്നത്. ഗ്ലാസ് ട്യൂബാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്യൂബ് എടുത്തു, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്തു? ഇവിടെ വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഇത് കൊടുക്കുന്നുണ്ട്, വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 2 ഇലക്ട്രോഡുകളെ, ഒരു
ഇലക്ട്രോഡ്സ്, ഒരു തകരത്തിന്റെ അല്ലെ, അത് ഷീറ്റിനെ നമ്മൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസ്ചാർജ് ട്യൂബിലോട്ട് നമ്മൾ 2 ഷീറ്റുകൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നുണ്ട്, വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇവിടെ 2 ഇലക്ട്രോഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി അധികം പാസ് ചെയ്യില്ല, കാരണം ഇവിടെ എയർ ഉള്ള കാരണം അവിടെ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടുത്തെ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, ലോ പ്രഷറിലാക്കണം, അവിടെ പ്രഷർ കുറയ്ക്കണം, മർദ്ദം നമ്മൾ അവിടെ കുറച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനകത്തുള്ള മർദ്ദം കുറയ്ക്കുന്നത്, വാക്വം പമ്പ് ഉപയോഗിച്ച് ഈ പ്രഷർ നമ്മൾ ഇവിടെ കുറയ്ക്കും. അപ്പൊ ഇവിടെ എയറിന്റെ പ്രഷർ കുറഞ്ഞു തുടങ്ങും. ഇവിടെ എയറിന്റെ പ്രഷർ കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് ഇവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹം നോട്ടീസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, ഒരു പാർട്ടിക്കിൾസിന്റെ ട്രാൻസ്ഫർ ഇവിടുന്ന് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് അത് മനസ്സിലായത്, ഇവിടുന്ന് എന്തോ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് ഇവര് കെമിക്കൽ വെച്ച് ഇവര് ചെയ്തിട്ടുണ്ട്, അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ കളറായിട്ട് ഇവിടെ കളർ വരാൻ തുടങ്ങി. കണ്ടോ, ഇവിടെ ഒരു ഗ്രീൻ കളർ കാണാൻ തുടങ്ങി. അപ്പൊ ഇവിടുന്ന് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്, ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് മനസ്സിലാകിയത് എങ്ങനെയായിരുന്നു, ഇവിടെ പോറസ് ആണ്. ഓക്കെ, ഇവിടെ പോറസ് ആണ്, ഗ്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ഈ പറയുന്ന കറണ്ട് പാസ് ചെയ്ത് എന്തൊരു ഡിസ്ചാർജ് വന്ന് ഇവിടേക്ക് കളറ് കാണിക്കാൻ തുടങ്ങി, ഒരു ഗ്രീൻ ഗ്ലോ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴായിരുന്നു, അവിടെ ഒരു സിങ്ക് സൾഫൈഡ് വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു ഗ്രീൻ കളർ, ഒരു ഗ്ലോ കാണാൻ ഉണ്ടായി. അതിന്റെ പറയുന്നത് എന്താ, അപ്പൊ ഇവിടെ നിന്ന് എന്തോ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നുണ്ട്, അതിന്റെ എഫക്റ്റ് കാരണമാണ്, അത് ഇവിടെ തട്ടുന്നത് കാരണമാണ് ഇവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലോ വന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ പറഞ്ഞു നമ്മളൊരു നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, അപ്പൊ ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കറണ്ടിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ആ ഒരു കാത്തോഡ് എന്നാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കാത്തോഡ് റേ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് സൈഡിൽ നിന്നാണ് ഈ പറയുന്ന ഡിസ്ചാർജ് വന്നത്, പോസിറ്റീവിലോട്ടാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈഡിനെ നമ്മൾ കാത്തോഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡിനെ നമ്മൾ ആനോഡ് എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവില് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പ്ലേറ്റിനെ നമ്മൾ ആനോഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നെഗറ്റീവില് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ കാത്തോഡ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നിന്നും ഈ പറയുന്ന നെഗറ്റീവ് സൈഡിൽ നിന്നുമാണ് ഏതൊരു റേ ഇങ്ങോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായത്, ഇവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലോ കാണുന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നിന്ന് എന്തൊരു സാധനം വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അത് വരുന്നത് നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ കാത്തോഡിൽ നിന്നായതുകൊണ്ട് ആ റേനെ നമ്മൾ കാത്തോഡ് റേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് എന്തോ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട് എന്ന് മനസ്സിലായി, അതിനെയാണ് എന്തോ ഒരു റേ വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ നമ്മൾ കാത്തോഡ് റേസ് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്തത്, അതായിരുന്നു നമ്മുടെ ജെയിംസ് ക്രൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇത് വില്യം ക്രൂക്സ് ആണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം ചെയ്തത് എന്തായിരുന്നു, ആദ്യം ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, ഒരു ഗ്ലാസിന്റെ ഒരു ട്യൂബ് എടുത്തു. ഈ ട്യൂബിലേക്ക് എന്ത് ചെയ്തു, 2 ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തു, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്തു. ഇതിനകത്ത് വോൾട്ടേജ് കൊടുത്തു, നെഗറ്റീവ് വോൾട്ടേജും വരുന്നുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവിടെ എയർ ഉണ്ടല്ലോ, ഇതിനകത്ത് എയർ ഉണ്ടാവും. ആ എയറിനെ കളയാനായിട്ട് അല്ലെങ്കിൽ ആ എയറിനെ ലോ പ്രഷറിലോട്ട് ആക്കാനായിട്ട് വാക്വം പമ്പ് വെച്ച് അതിനെ ലോ പ്രഷറിലോട്ട് ആക്കി. അങ്ങനെ ലോ പ്രഷർ ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റിൽ നിന്നും എന്തൊരു റേസ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് ഇതിലൂടെ വരുന്ന സമയത്ത് ഇതിലൂടെ കടന്ന് ഇവിടെ ഒരു സിങ്ക് സൾഫൈഡ് വെച്ച് നമ്മൾ കോട്ട് ചെയ്തതിൽ ഒരു ഗ്രീൻ കളർ ഗ്ലോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിലൂടെ എന്തോ ഒരു റേ ഇവിടുന്ന് പാസ് ചെയ്ത് ഇതിലോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലായത്. ആ റേ വന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ കാത്തോഡിൽ നിന്നായതുകൊണ്ട് ആ റേനെ നമ്മൾ കാത്തോഡ് റേ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതുവരെയാണ് അവര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോ in 1895 വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് conducted experiments by passing electricity at the high voltage through a glass tube in which both sides are fixed with a metal piece as electrodes. അപ്പൊ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ വെച്ച് ഇലക്ട്രോഡ് ആക്കി രണ്ട് മെറ്റൽ പ്ലേറ്റ് വെച്ച് ഫിക്സ് ചെയ്തതിലോട്ട് ഹൈ വോൾട്ടേജ് നമ്മൾ അവിടെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസ് എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, അത് ഇൻസുലേറ്റർ ആയത് കാരണം എയർ ഇൻസുലേറ്റർ ആയ കാരണം അതിനകത്ത് കറണ്ട് പാസ് ചെയ്യില്ല. ഇലക്ട്രിസിറ്റി ഡു നോട്ട് പാസ് ത്രൂ ദ എയർ ഇൻ ദ ട്യൂബ് അറ്റ് ദ നോർമൽ പ്രഷർ. നോർമൽ പ്രഷറിൽ അത് പാസ് ചെയ്യാത്തത് കാരണം എന്ത് ചെയ്തു? when the tube was evacuated gradually it was seen that electricity passed through it. electric discharge. അപ്പൊ അവിടെ എയറിന്റെ മർദ്ദം കുറച്ചു കൊടുത്തപ്പോ, എയറിന്റെ പ്രഷർ കുറച്ചു കൊടുത്തപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് തുടങ്ങി. When a perforated positive electrode anode was used, a light green glow was observed on the zinc sulfide coated glass wall behind it. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഇവിടെ ആനോഡ് എങ്ങനെയായിരുന്നു? ഇവിടെ പോറസ് ആണ് അല്ലെ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ ഈ പറയുന്ന കാത്തോഡ് റേസ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ മനസ്സിലായത്? ഇവിടെ ഒരു സിങ്ക് സൾഫേറ്റ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ സാധനം അവിടെ ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്തോ ഒരു സാധനം വന്ന് തട്ടിയപ്പോഴാണല്ലോ ഇവിടെ എന്ത് വന്നത്? കളറ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലായത്. അവിടെ നിന്ന് എന്തോ ഒരു റേസ് അവിടെ നിന്ന് വരുന്നുണ്ട് എന്നത് മനസ്സിലായത്. അപ്പൊ when a perforated positive electrode anode was used, അവിടെ പെർഫറേറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ അവിടെ പോറസ് ആയിട്ടുള്ള സാധനം ആയിരുന്നു. a light green glow was observed on the zinc sulfate coated ഗ്ലാസ് വാൾ ബിഹൈൻഡ് ഇറ്റ്. ആ ഗ്ലാസ് വാളിൽ കോട്ട് ചെയ്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റിനകത്ത് കളർ കാണാൻ തുടങ്ങി. അപ്പൊ എന്തൊരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നത് മനസ്സിലായി. The glow is due to the rays emitted from the cathode. അപ്പൊ കാത്തോഡിൽ നിന്ന് വരുന്ന ഏതൊരു റേസ് ആണ് ആ ഒരു ഗ്ലോന് കാരണം എന്ന് മനസ്സിലായി. ആ റേസിനെ പിന്നീട് എന്തെന്ന് വിളിച്ചു? കാത്തോഡ് റേസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണോ? കാത്തോഡ് റേസ് എന്ന് നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പൊ ഇത്രത്തോളം നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്ക് എന്ത് മനസ്സിലായിട്ടുള്ള? അത് ഇലക്ട്രോൺ ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എക്സ്പെരിമെന്റ് ചെയ്യുകയായിരുന്നു. എക്സ്പെരിമെന്റില് എന്താ ചെയ്തത്? ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, രണ്ട് ഇലക്ട്രോഡ് മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ച് രണ്ട് ഇലക്ട്രോഡ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. അതിനെ കണക്ട് ചെയ്ത് അവിടെ ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു. ഇതിനകത്തുള്ള എയറിനെ നമ്മൾ വാക്വം ട്യൂബ് ഉപയോഗിച്ച്, വാക്വം പമ്പ് ഉപയോഗിച്ച് ഇതിന്റെ എയറിന്റെ പ്രഷർ നമ്മൾ കുറച്ച സമയത്ത് ഇവിടുന്ന് ഇലക്ട്രിക് ഡിസ്ചാർജ് വരാൻ തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു? ഈ നെഗറ്റീവിൽ നിന്നും ഈ കാഥോഡിൽ നിന്നും ഏതൊരു റേസ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റേസ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് പോയി അപ്പൊ ഇത് ഈ പറയുന്ന ആനോഡ് എന്ന് പറയുന്നത് പോറസ് ആണ്, പെർഫറേറ്റഡ് ആണ്. അപ്പൊ ഇതിന്ന് വരുന്ന ഈ റേസ് ഇതിലൂടെ കടന്ന് ഇവിടെ ഉണ്ടായിരുന്ന സിങ്ക് സൾഫൈഡ്, ഈ സിങ്ക് സൾഫൈഡ് നമ്മളിവിടെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിങ്ക് സൾഫൈഡിൽ തട്ടി അവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലോ കാണാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എന്തോ ഒരു റേസ് വരുന്നുണ്ട്, അത് ഇതിലൂടെ കടന്നിട്ടാണ് ഇവിടെ ഈ ഗ്രീൻ കളർ ഗ്ലോ വന്നത് എന്ന് മനസ്സിലായി. ഈ പറയുന്ന റേസ് വന്നത് കാഥോഡിൽ നിന്നായത് കാരണം നമ്മൾ ഈ റേസിനെ എന്തെന്ന് വിളിച്ചു? കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമുക്ക് അറിയുന്നത്. ഇതിനിപ്പോ കാഥോഡ് റേ എന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ പറയുന്ന കാഥോഡ് റേസിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കാഥോഡ് റേസ്? Cathode rays cast shadows of the opaque object placed in its path, indicating that cathode rays travel in a straight line. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കാത്തോഡ് റേസ് ഇവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു വെളിച്ചം കടത്തിവിടാത്ത ഒരു വസ്തുവിനെ നമ്മൾ ഇവിടെ വെച്ച സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു നിഴല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഷാഡോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കാത്തോഡ് റേസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കാരണമാണ് ഇവിടെ എന്തുണ്ടായത്? ഷാഡോ ഉണ്ടായത്. അപ്പൊ ഈ ഷാഡോ ഉണ്ടായതിൽ നിന്നും നമുക്ക് എത്താൻ പറ്റുന്നത് എന്തായിരുന്നു?
ഈ പറയുന്ന കാത്തോഡ് റേസ് എങ്ങനെയാണ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും എന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ഈ കാത്തോഡ് റേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും എന്നത് നമുക്ക് മനസ്സിലായി. പിന്നെന്താ മനസ്സിലാവുന്നത്, നമ്മളൊരു പാഡിൽ വീൽ, ഒരു കാറ്റാടി പോലത്തെ ഒരു സാധനം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇത് കറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, thus it can understand that particles in the cathode rays have mass. അതിന് വരുന്ന ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഒരു ഡിസ്ചാർജ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അവിടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ അതിനകത്തുള്ള ഏതൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പാർട്ടിക്കിളിന് എന്തുണ്ട്, മാസ് ഉണ്ട്. ആ മാസ് കാരണമാണ് ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ പറയുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന ഈ റേസിനകത്ത് ഏതോ ഒരു പാർട്ടിക്കിൾ കാണുന്നുണ്ട്. ആ പാർട്ടിക്കിളിന് മാസ് ഉണ്ട്. ആ മാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വസ്തുവിനെ ഇല്ലെങ്കിൽ ഈ പറയുന്ന വീല് പോലുള്ള സാധനത്തിനെ കറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നതും നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നീട് when an electrical field is applied on the both sides of the rays, they are found to be attracted towards the positive side. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു, ഈ ഒരു പറയുന്ന ഡിസ്ചാർജ് ട്യൂബിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോ ഈ വരുന്ന ഈ റേസ് നേരെ പോയിരുന്ന റേസ് ആയിരുന്നു അല്ലെ, ആനോഡിലോട്ട് പോയിരുന്ന റേസ് ആയിരുന്നു. പക്ഷെ ഇവരിവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവര് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പോസിറ്റീവിലോട്ട് അട്രാക്ട് ചെയ്യുന്നത് ആരായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലാണ് എപ്പോഴും ഒരു അട്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ, പോസിറ്റീവ് സൈഡിലോട്ട് ഈ പറയുന്ന കാത്തോഡ് റേകള് എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും കാത്തോഡ് റേസിന്റെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. When an electrical field is applied on the both sides of the rays, they are found to be attracted towards the positive side. ഒരു പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, the path of the cathode rays get deflected in the magnetic field also. ഇപ്പൊ ഇലക്ട്രിക്കൽ ഫീൽഡ് വെച്ചു, അതുപോലെ തന്നെ അവിടെ ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡ് വെച്ചപ്പോഴും അവിടെ എന്ത് സംഭവിച്ചു, അവര് ആ ഒരു റേസ് അവിടെ ഡിഫ്ലക്റ്റഡ് ആവുന്നുണ്ട് എന്നത് മനസ്സിലായി. ഓക്കെ, the properties of the cathode rays do not change. അതുപോലെ തന്നെ ആ ഒരു കാത്തോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നില്ല, ആ ഗ്യാസ് നമ്മള് ഡിസ്ചാർജ് ട്യൂബിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് വേറെ വേറെ ഗ്യാസ് നിറച്ചപ്പോഴും അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാത്തോഡ് റേസ് ആർ പ്രസന്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. അപ്പൊ എന്ത് മനസ്സിലായി, ഈ പറയുന്ന റേസിനകത്ത് എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാ സബ്സ്റ്റൻസിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പൊ എവിടെയും വേറെ ഒരു വ്യത്യാസവും കാണുന്നില്ല. അപ്പൊ ഈ പറയുന്ന പാർട്ടിക്കിൾസ് എല്ലായിടത്തും സെയിം ആണ്, എല്ലാ സബ്സ്റ്റൻസിനകത്തും ഈ പറയുന്ന ഒരു പാർട്ടിക്കിൾസ് കാണുന്നുണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് എന്ത് മനസ്സിലായി, ഇതിനകത്ത് ഒരു നെഗറ്റീവ് ചാർജ് ആണ് എന്നുള്ളതും മനസ്സിലായി. അവസാനം ഈ പറയുന്ന കാത്തോഡ് റേസിനെ അവര് എന്തെന്ന് വിളിച്ചു, as electrons. എന്തെന്ന് വിളിച്ചു, ഇലക്ട്രോൺസ് ആണ് ഈ പറയുന്ന സാധനം എന്ന് അവര് അവസാനം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചത് ആരായിരുന്നു, വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്തത്. വില്യം ക്രൂക്സ് ആണ് ചെയ്തത്. എന്താണ് ചെയ്തത്, ഡിസ്ചാർജ് ട്യൂബിനകത്താണ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. ഡിസ്ചാർജ് ട്യൂബ് എന്തായിരുന്നു, ട്യൂബ് എന്ന് പറയുന്നത്, ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസ് എയർ ഉണ്ട്. എയർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. അപ്പൊ അതിന്റെ പ്രഷർ കുറച്ചു. എങ്ങനെ കുറച്ചു, വാക്വം പമ്പ് ഉപയോഗിച്ച് കുറച്ചു. ഈ രണ്ട് ഇലക്ട്രോഡ്സ് അവർ രണ്ട് സൈഡും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു. എയർ കുറച്ചപ്പോ അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. എവിടെ നിന്ന് എവിടേക്ക് നടന്നു, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് നടന്നു. അങ്ങനെ നടന്നു എന്ന് അറിയുന്നത് എങ്ങനെയായിരുന്നു, സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തതിനകത്ത് ഒരു ഗ്രീൻ കളർ ഗ്ലോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്ത് മനസ്സിലായി, ഈ പറയുന്ന കാഥോഡിൽ നിന്നും ഏതൊരു റേസ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നത് മനസ്സിലായി. ഓക്കെ,
ആ റേസ് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവരെ കാത്തോഡ് റേസ് എന്ന് വിളിച്ചു. ആ കാത്തോഡ് റേസിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അതെപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പാസ് ചെയ്യുന്നത്. എങ്ങനെ മനസ്സിലായി? ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അതിന്റെ നടുക്ക് വെച്ചപ്പോ അപ്പുറത്ത് എന്തുണ്ടായി? അതിന്റെ ഷാഡോ പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ നിന്നും നമുക്ക് അത് സ്ട്രെയിറ്റ് ലൈനിൽ പാസ് ചെയ്യുന്നു എന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അതിന്റെ നടുക്ക് നമ്മളൊരു വീല് വെച്ചപ്പോ, ഒരു പാഡിൽ വീല് വെച്ചപ്പോ അത് കറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് കറങ്ങുന്നത്? ഇവിടുന്ന് വരുന്ന ഈ റേസിനകത്ത് മാസ് ഉള്ള ഏതൊരു പാർട്ടിക്കിൾ കാണുന്നുണ്ട് എന്നത് മനസ്സിലായി. ഇനി ആ പാർട്ടിക്കിൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് സൈഡും ഇലക്ട്രിക് ചാർജ് കൊടുത്തപ്പോ ഈ പറയുന്ന പാർട്ടിക്കിൾസ് എല്ലാവരും പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്റ്റഡ് ആയി. പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്റ്റഡ് ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത്, ഈ ട്യൂബിനകത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ റേസിനകത്ത് കാണുന്നത് നെഗറ്റീവ് ചാർജിലുള്ള ഏതോ പാർട്ടിക്കിൾ ആണ് എന്നത് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ആ പാർട്ടിക്കിള് പിന്നെ എന്ത് ചെയ്തു? ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസുകൾ മാറ്റി വെച്ച് നോക്കി. അപ്പോഴും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം സെയിം ആയിരുന്നു. അപ്പൊ എല്ലാ സബ്സ്റ്റൻസിനകത്തും ഈ ഒരു പാർട്ടിക്കിൾ കാണുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോഴും ഇവിടെ ഡിഫ്ലക്റ്റഡ് ആവുന്നുണ്ട് എന്നതൊക്കെ ക്ലിയർ ആയി. അവസാനം കാത്തോഡ് റേസിനെ അവര് വിളിച്ചു ഇലക്ട്രോൺസ്. ക്ലിയർ ആണേ മക്കളെ? ക്ലിയർ ആണ്. ഇലക്ട്രോൺ വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. പിന്നീട് എന്ത് ചെയ്തു? ഇലക്ട്രോൺ ആണ് എന്നതൊക്കെ നമ്മുടെ വില്യം ക്രൂക്സ് കണ്ടുപിടിച്ചു. പക്ഷെ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് മനസ്സിലായി, ഇങ്ങനെ ഒരു റേസ് ഉണ്ട് എന്നതൊക്കെ മനസ്സിലായി. പക്ഷെ ബാക്കിയൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയ്തതാരായിരുന്നു? ജെ തോംസൺ ആയിരുന്നു കണ്ടുപിടിച്ചത്. ഇതൊരു ഇലക്ട്രോൺസ് ആണ് എന്നതും അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിനൊരു മാസ് ഉണ്ട് എന്നതൊക്കെ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെ തോംസൺ ആയിരുന്നു. When scientists accepted the studies done by the Thomson on cathode rays, it was proved that there were smaller particles than the atoms. അങ്ങനെ മനസ്സിലായി ആറ്റത്തിനേക്കാളും ചെറിയൊരു പാർട്ടിക്കിൾസ് അവിടെ കാണുന്നുണ്ട്. ആ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവിലോട്ട് അട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചു നമ്മുടെ ജെ തോംസൺ. In 1906 he received the Nobel Prize in Physics for the discharge tube experiment. അങ്ങനെ അദ്ദേഹത്തിന് 1906 നോബൽ പ്രൈസ് കിട്ടി ഫിസിക്സിൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്. ഇത്രയും ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? EM ratio of the electrons, അവിടെ ഇലക്ട്രോൺസിന്റെ റേഷ്യോ 1.76 into 10 raised to 11 ആണ് കേട്ടോ. ഇത് 10 raised to 11 ആണ് ഉണ്ട് എന്ന് പറഞ്ഞു. ബട്ട് ജെ തോംസൺ വാസ് അൺഎബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ചാർജ് ആൻഡ് ഇതിന്റെ ഇങ്ങനൊരു റേഷ്യോ ഉണ്ടെന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷെ അതിന്റെ ചാർജ് എന്താണ്, ചാർജ് എത്രയാണ്, അതുപോലെ തന്നെ അതിന്റെ മാസ് എത്രയാണ് എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് ചെയ്തത് ആരായിരുന്നു? റോബർട്ട് മിൽക്കൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. പിന്നെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി, അതൊന്നും നമുക്ക് പഠിക്കാനില്ല, വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും എന്താണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ഇപ്പൊ അറിയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഒരു റേഷ്യോ കണ്ടുപിടിച്ചിരുന്നു. ജെ തോംസൺ ചാർജും മാസും തമ്മിലുള്ള ഒരു റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റോബർട്ട് മിൽക്കൺ ആണ് എന്ത് ചെയ്തത്? അതിന്റെ മാസ് എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ചാർജ് എത്രയാണ് എന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനൊരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ആ ചാർജ് എത്രയാണ്? 1.6 into 10 raised to -19 ആണ് എന്നത് കണ്ടുപിടിച്ചതും. അതുപോലെ തന്നെ അതിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10 raised to -31 kg ആണ് എന്നുള്ളതും അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ മാസ് എന്ന് പറയുന്നത് 9.1 into 10 raised to -31 kg അതുപോലെ തന്നെ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10 raised to -19 കൂളം ആണ് എന്നത് പിന്നീട് ഓയിൽ മിൽക്കൺ ആണ് കണ്ടുപിടിച്ചത്. ജെ തോംസൺ ഇലക്ട്രോൺസ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ചാർജ് ബൈ മാസ് റേഷ്യോ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. E/m റേഷ്യോ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻഡിവിജ്വലി ചാർജും മാസും എന്താണ് എന്നത് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് മിൽക്കൺ ആണ് കണ്ടുപിടിച്ചത്. ആ എക്സ്പെരിമെന്റ് ഏതായിരുന്നു? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആയിരുന്നു.
ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇലക്ട്രോൺസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ? ഇലക്ട്രോൺസ് എന്തായിരുന്നു? എന്താണ് ഇലക്ട്രോൺസ്, എന്താണ് പ്രോട്ടോൺസ്, എന്താണ് മോളിക്യൂൾസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് നമുക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് വെച്ചാണ്. മോളിക്യൂൾസ് വെച്ചാണ്. ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് വെച്ചാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റൻസിനകത്ത് മോളിക്യൂൾസ് ഡിഫറെന്റ് റേഷ്യോയിൽ അല്ലെങ്കിൽ ആറ്റംസ് ഡിഫറെന്റ് റേഷ്യോയിൽ കാണപ്പെടുന്നു അല്ലെ? അങ്ങനെ അവിടെ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. മോളിക്യൂൾസ് കൂടി ചേർന്ന് അവിടെ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. പിന്നീട് എന്ത് കണ്ടുപിടിച്ചു? ആറ്റംസ് എന്ന് പറയുന്ന സാധനം പിന്നീട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് വേറെയും ചെറിയ പാർട്ടിക്കിൾസ്, ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് അവിടെ കാണുന്നുണ്ട്. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനകത്ത് കാണുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലേ മക്കളെ? അപ്പൊ ന്യൂട്രോൺസ് വരെ ഉള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് എന്തൊക്കെ അറിയണം? പ്രോട്ടോൺ എന്താണ്, അതുപോലെ തന്നെ ന്യൂട്രോൺ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോൺ വരെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് എന്നുള്ളതും ഇലക്ട്രോണിന്റെ മാസ് എന്താണ് എന്നുള്ളതും നമുക്ക് ക്ലിയർ ആണ്. അത് കണ്ടുപിടിച്ചത് ആരായിരുന്നു? റോബർട്ട് മിൽട്ടൺ ആയിരുന്നു. 3 സയന്റിസ്റ്റ് വരെ നമ്മൾ ഇവിടെ പറഞ്ഞ് അതും കൂടെ ഒന്ന് ഓർക്കണം. വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തത് വില്യം ക്രൂക്സ് ആണ്. ഇത് ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെ തോംസൺ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ മാസും ചാർജും ഒക്കെ കണ്ടുപിടിച്ചത് ആരായിരുന്നു? മാസും ചാർജും ഒക്കെ കണ്ടുപിടിച്ചത് ആരായിരുന്നു? നമ്മുടെ റോബർട്ട് മിൽട്ടൺ ആയിരുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. കൺഫ്യൂസ്ഡ് ആവരുത്, മാറിപ്പോരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ വില്യം ക്രൂക്സ് ആണ് എക്സ്പെരിമെന്റ് ചെയ്തത്. അത് ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതിന്റെ ചാർജും മാസും ഒക്കെ കണ്ടുപിടിച്ചത് റോബർട്ട് മിൽട്ടൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാം? എന്താണ് പ്രോട്ടോൺസ്, ആരാണ് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചത്, എന്താണ് പ്രോട്ടോണിന്റെ ചാർജ്, അതുപോലെ തന്നെ മാസ് എത്രയാ, അതുപോലെ ചാർജ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതുവരെ മക്കൾ പഠിച്ച് സെറ്റ് ആയിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.